അപ്പോൾ 12-ാം തീയതി വീണ്ടും ഡോക്ടേഴ്സ് അവിടെ നിന്ന് പരിശോധിക്കാൻ വരും. 12-ാം തീയതി ജാബാക്കോട്ടയിലുള്ള കലാനികേതന്റെ ഓഫീസിൽ വരണം രാവിലെ 8 മണിക്ക്. മറന്നു പോകരുത്, 12-ാം തീയതിയാണ്. തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞ് തിരിച്ചെത്തിയ പാവപ്പെട്ട രോഗികളെ സ്വീകരിക്കുന്നതിനാണ് കണിയാപുരം റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. കണിയാപുരം പള്ളിനട റെസിഡൻസ് അസോസിയേഷനും കലാനികേതൻ സാംസ്കാരിക സമിതിയും തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുമായി 2019 മുതൽ ചെയ്തു വരുന്ന സൗജന്യ നേത്ര പരിശോധനയിൽ തിമിരം അസുഖമുള്ളവർക്ക് പരിപൂർണമായി സൗജന്യ ശസ്ത്രക്രിയയും നടന്നു വരുന്നു. അതിൻ്റെ ഭാഗമായി 8ാമത്തെ ക്യാമ്പ് പെരുമാതുറ സെൻട്രൽ മുസ്ലിം ജമാഅത്ത് ഹാളിൽ വെച്ച് നടക്കുകയും 350-ലധികം ആളുകൾ പരിശോധനയ്ക്ക് വിധേയമാവുകയും 39 തിമിര രോഗികളെ കണ്ടെത്തുകയും ആ 39 തിമിര രോഗികളെ 12-ാം തീയതി രാവിലെ 7 മണിക്ക് തുടങ്ങിയ ക്യാമ്പ് 1 മണിക്ക് അവസാനിക്കുകയും അന്ന് വൈകുന്നേരം തന്നെ കണിയാപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരുനെൽവേലി അരവിന്ദ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. തിങ്കളാഴ്ച പുലർച്ചെ തിരുനെൽവേലിയിലെത്തിയ രോഗികളെ അന്ന് തന്നെ മറ്റുള്ള പരിശോധനകൾക്ക് വിധേയമാക്കി സർജറി ചെയ്യുകയും സർജറി കഴിഞ്ഞ് ഒരു ദിവസം അവിടെ മറ്റു കാര്യങ്ങൾക്കായി അവിടെ താമസിപ്പിക്കുകയും ഇന്ന് പുലർച്ചെയുള്ള ട്രെയിനിൽ തിരുനെൽവേലിയിൽ നിന്ന് തിരിച്ച് 7 മണിയോടുകൂടി കണിയാപുരം റെയിൽവേ സ്റ്റേഷനിലെത്തുകയും ചെയ്യും. രോഗികളായി വരുന്ന ഒരാളിന് പോലും അവരുടെ താമസ സൗകര്യം, അവരുടെ ഭക്ഷണം, സർജറിക്ക് ആവശ്യമായ മറ്റു കാര്യങ്ങളെല്ലാം പരിപൂർണമായി സൗജന്യമായി ചെയ്തു വരികയാണ്. ഞങ്ങളുടെ 8 ക്യാമ്പുകളിലായി ഏകദേശം 480-ലധികം ആളുകളെ, തിമിരമുള്ള രോഗികളെ ശസ്ത്രക്രിയ സൗജന്യമായി ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 4800-ലധികം രോഗികൾ അവിടെ വന്ന് പരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ട്. മറ്റുള്ള തിമിരമല്ലാത്ത രോഗമുള്ളവർക്കും കേരളത്തിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ സൗജന്യ നിരക്കിൽ ക്യാമ്പിൽ വന്നു പോകുന്ന രോഗികൾക്ക് സൗജന്യ നിരക്കിൽ അരവിന്ദ് ഹോസ്പിറ്റൽ ചികിത്സ നടന്നു വരികയാണ്. ഇത് 8ാമത്തെ ക്യാമ്പാണ്. അടുത്ത ക്യാമ്പ് ഓഗസ്റ്റ് 4-ാം തീയതി അടുത്ത ക്യാമ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ 9ാമത്തെ ക്യാമ്പ് സ്ഥലം തീരുമാനിച്ചിട്ടില്ല. 9ാമത്തെ ക്യാമ്പ് കടലുംകുളം പഞ്ചായത്തിനെ ഒരു തിമിരരഹിത പഞ്ചായത്താക്കി പ്രഖ്യാപിക്കാനുള്ള ശ്രമത്തിലാണ് 2019 മുതൽ ഈ നടന്നു വരുന്ന യജ്ഞം. വിഷൻ 2025 എന്ന പേരിലാണ് ഈ നടപടി നടന്നു വരുന്നത്.